എല്ലാവർക്കും കടപരീക്ഷ തോന്നുന്നത് നല്ല പരിപാടിയാണ്. ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്താ? ഏറ്റവും ഇന്നത്തെ ദിവസം ഇവിടെ പാട്ടുകളുണ്ട്, നമ്മുടെ കേക്ക് കട്ട് ചെയ്തു, വിളക്ക് തെളിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലെ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നത്തെ ദിവസം ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? വീടും എല്ലാ പരിപാടികളും ഇഷ്ടപ്പെട്ടത് ആണോ? പിന്നെ ഡിഫറെന്റ് ആയിട്ട് പറയാൻ വേറെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു? വേറെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടത്? കുടുംബത്തിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ നമുക്ക് കാണാതെ പോയ ഞങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പാടുന്ന എല്ലാവരും ഒന്ന് 10 മിനിറ്റ് ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും അല്ലേ? അതെ, നന്നായിട്ട് പാടി. ആദ്യമായിട്ടൊന്നും തോന്നില്ല. എന്താണ് ഇനിയൊരു പാട്ട് കൂടി പാടണോ? അതെ, ഒരു ശ്വാസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പാടാം അല്ലേ?
പ്രിയമുള്ള കലാസ്നേഹികളെ, എല്ലാവരും ഗാനങ്ങളൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് എൻ്റെ ഈ എളിയ ഒരു മിമിക്രി കലാരൂപം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ചാനലുകളിൽ ഒരുപാട് മിമിക്രി പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ കോമഡി പ്രോഗ്രാമുകൾ ഒരുപാട് നിങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളത് വളരെ സാഹസം നിറഞ്ഞ ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്കിറ്റ് അങ്ങനത്തെ ഒരു സംഭവമല്ല, നമ്മൾ കുറച്ച് ശബ്ദാനുകരണമാണ് ചെയ്യാൻ പോകുന്നത്. മലയാള സിനിമയിലെ മൺമുറഞ്ഞു പോയ കുറച്ച് താരങ്ങളെയും ജീവിച്ചിരിക്കുന്ന കുറച്ച് താരങ്ങളെയാണ് അനുകരിക്കുന്നത്. നമുക്ക് പഴയ കാലത്ത് തന്നെ തുടങ്ങാം. മലയാള സിനിമയുടെ നിത്യഹരിതമായിരുന്ന ശ്രീ പ്രേം നസീർ. പ്രിയമുള്ള സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന മണ്ടിപ്പെണ്ണുങ്ങളെ, പ്രിയമുള്ള സ്റ്റേജിന്റെ വലതുഭാഗത്തിരിക്കുന്ന മണ്ണൻ ചെക്കന്മാരെ, എല്ലാവരും ഒന്ന് ചിരിച്ച് ഇങ്ങനെയല്ല പൊട്ടി പൊട്ടി എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വരട്ടെ. അടുത്തത് നമുക്കറിയാം, നമ്മുടെ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായ കോഴിക്കോടിന്റെ അഭിമാന താരം ശ്രീ മാമക്കോയ. മക്കളെ, 1-ാം തീയതി കല്യാണം, 2-ാം തീയതി കല്യാണം, പക്ഷെ 4-ാം തീയതി ഉണ്ടല്ലോ നമ്മുടെ ദിവാരന്റെ വീട് ഹൗസ് വാമിംഗ് ആണ്. അത് വിട്ടിട്ട് നമ്മള് ഒരു സ്ഥലത്തേക്കും പോയില്ല.
മോനെ ഇടക്കിടക്ക് ഗിറ്റാറിങ്ങനെ വായിക്കല്ലേ, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബാണ് കേട്ടോ. പക്ഷേ കാര്യം പറയണോ ഗിറ്റാർ വായിന പക്ഷേ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വെറുതെ പറഞ്ഞാട്ടോ. ഇടക്കിടക്ക് സീരിയലിലൊക്കെ ഏറ്റവും പൊക്കം കൂടിയ ഒരു വ്യക്തിയാണ് മലയാള സിനിമയിൽ അമിതാഭ് ബച്ചൻ എന്നൊക്കെ പറയാം അല്ലേ? ആരാത് അറിയോ? അല്ല, പൃഥ്വിരാജ് എന്നല്ല, അല്ല, കൊച്ചു പ്രേമൻ. മച്ചമ്പി അവിടെ പ്രേതമുണ്ട് മച്ചമ്പി, ആരെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുന്ന കേട്ടാ. സെമ്യ പൈസ വലിയ പൊഴുമരുത്തത് അത് വേണ്ട കേട്ടാ. പറട്ടെ ഞാൻ കുറെ കാലം കൊണ്ടായിട്ട് പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ഇനിയെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ പോവാ. വിത്തിൻ 24 hours അതിനുള്ളിൽ ഇതൊക്കെ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊരു വരവാന് വരും. പിന്നെല്ലാം ശടപടാന്നായിരിക്കും. വരട്ടെ. മലയാള സിനിമയില് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു നടനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അന്തരിച്ചു പോയ ശങ്കരാടി ചേട്ടൻ. അടുത്തത് മലയാള സിനിമയിലെ വില്ലൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, പഴയ കാലത്തെ വില്ലൻ KP ഉമ്മർ അല്ലേ? അദ്ദേഹം ആദ്യമൊക്കെ എങ്ങനെയാ വന്ന് പറഞ്ഞിരുന്നത്, മോളെ ശോഭി ഞാനൊരു വികാര ജീവിയാണ്. അദ്ദേഹം ഇന്നത്തെ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗിലെ പ്രസന്റേഷൻ എന്താണ് മാറ്റം വരിക നോക്കാം. മോളെ ശാരദേ ഞാനൊരു റൊമാൻറ്റിക് പേഴ്സൺ ആണ്. നിന്നെ ഞാൻ വാട്സപ്പിൽ നോക്കി, ഫേസ്ബുക്കിൽ നോക്കി, നീ എക്സ്പെക്ട് ചെയ്തില്ല. ഇന്ന് രാത്രി 12 മണിക്ക് ഗൂഗിളിൽ വരും. നീ വന്നില്ലെങ്കിൽ അനുഭവം വരട്ടെ. അടുത്തത് മലയാള സിനിമയിലെ ഏറ്റവും ശബ്ദമാധുര്യമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ MS തൃപ്പൂണിത്തറ. എന്തായി കാണണേ, നമ്മുടെ ദിവാകരൻ ചേട്ടന്റെയും ലളിത ചേച്ചിയുടെയും ഹൗസ്വാമിന് വളരെ ഗംഭീരായിക്കണോ. ഫുഡൊക്കെ കൊള്ളാട്ടോ, ഗംഭീരായിട്ടുണ്ട്. പ്രത്യേകിച്ച് മസാല ദോശ വളരെ കേമായിട്ടുണ്ട്. വരട്ടെ. എന്തായി കൊണ്ട് നോക്കിക്കണേ, വരട്ടെ ദോശ എന്ന് പറഞ്ഞൂടെ. അടുത്തത് മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പപ്പു ചേട്ടൻ. അതുണ്ടല്ലോ, നമ്മളിങ്ങനെ കുന്നംകുളം വഴിക്കുറങ്ങനെ വരുമ്പോ ഇവിടേക്കുള്ള വഴി കാണാണ്ടായപ്പോ അപ്പ വിളിച്ച് മോനെ പ്ലൈത്തെ ചേച്ചിയോട്ട് പോലെ വഴി ഏതാന്ന് ചോദിച്ചേ. അപ്പൊ അവൻ പറഞ്ഞ് ഇങ്ങനെ റൗണ്ട് ഉണ്ട്, അത് തിരിഞ്ഞിട്ട് വന്ന ആദ്യത്തെ 4ാമത്തെ വീടിന്ന് വരട്ടെ. 100% പെർഫെക്റ്റ് ആണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പെർഫെക്റ്റ് ആണെങ്കിൽ കൈയടിക്കാം. கண்மணி அன்போட காதலன் சொல்லும் பொருந்தமான காதல். நான் என்ன சொல்றதுன்னா உனக்கும் புரியல, உனக்கும் புரியல. நான் என்ன பேசுறதுன்னு எனக்கும் புரியல. வரட்டுமா? അടുത്തത് നമ്മള് മലയാളികൾ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്, പുതിയ പുതിയ ആളുകളെ സ്വീകരിക്കുന്നവരാണ് അല്ലേ? കുറച്ചു കാലം മുമ്പ് നമുക്കൊരു ഗായകനെ ലഭിച്ചു, ജാസി ഗിഫ്റ്റ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു 4 വരി ഗാനം ആലപിക്കുകയാണ്. അദ്ദേഹത്തിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഗാനത്തിന്റെ ഒരു 4 വരി. നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പോ തമര തഴോ തേനോ തെന്നിലാവോ അടിലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിന്റെയും തമിഴിന്റെയും ഒക്കെ ഒരു പുണ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ. ജാനകിയമ്മയുടെ ശബ്ദത്തില് ഒരു 4 വരി ഗാനം ആലപിക്കാണ്, പഴയ ഗാനം.
പരിപാടി ശ്രമിച്ച എല്ലാവർക്കും നിസ്സീമമായ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പോരാ, ഇനി വേണോ? നമ്പർ കൂടുതൽ കയ്യിലില്ല, പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും കാണൂല്ലേ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ അപ്പോൾ കുറച്ച് മത്സരങ്ങളിലെ ഐറ്റമാണ് അതൊക്കെ. എന്തായാലും കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞ കാരണം ഒരെണ്ണം കൂടെ ചെയ്യാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കോഴിയൊക്കെ എല്ലാവരും വീട്ടിൽ വളർത്തുന്നുണ്ട്. പണ്ടത്തെ വീടുകൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വീടുകൾ ഉണ്ടോ എന്ന് അറിയില്ല, പക്ഷേ ന്യൂക്ലിയസ് ഫാമിലി ആയതുകൊണ്ട്. അപ്പോൾ ഈ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സിഗ്നൽ തരും. ആ ഒരു ശബ്ദം, അതിൻ്റെ ഒരു മാറ്റം ഒന്ന് കാണിച്ചു തരാം. Good.
ഓക്കെ യാൻകുട്ടി ഏത് പാട്ടാ പാടുന്നത്? ഏഴുണ്ടോടി. ഓക്കെ ഒരു നാടൻ